യെസ് ബച്ചോ വെൽക്കം ബാക്ക്. സോ പക്ക പ്രഡിക്ഷൻ ഒരു 55 മാർക്കിൽ മുകളിൽ വാങ്ങാൻ പറ്റുന്ന പ്രഡിക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നോട്ട് ചെയ്തിട്ടുള്ളൂ, കംപ്ലീറ്റ് എക്സാമിൻ വൺ ഷീറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു മിനി വേർഷനാണ്. ഓക്കെ, എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഡീറ്റെയിൽ തരുന്നതാണ്. ഇറ്റ്സ് എ മിനി വേർഷൻ ഫോർ യു. സോ മനസ്സിലാക്കി വെച്ചു, ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 55 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് വാങ്ങാം. സോ 1 മുതൽ 5 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ കാണുന്ന ഏതായിരിക്കും, ആരാണ് എഴുതിയത്, ആരാണ് പാത്രം, ഏതാണ് വിധ, കിസ്നെ ലിഖാ ഹെ, കോൺസ വിധ ഹെ. അപ്പോൾ എന്താണ് ദുഃഖ് എന്ന് പറയുന്നത് കഹാനിയാണ്. മെയിൻ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ദിലീപും ഹേമയാണ്. നോട്ട് ചെയ്ത് വെച്ചോ, 5 മാർക്ക് ഈസി ആയിട്ട് ഓരോ മാർക്ക് നിങ്ങൾക്ക് എണ്ണി വാങ്ങാം. അനുതാപ് എന്ന് പറയുന്നത് ലഘുകഥയാണ്. നോട്ട് ചെയ്തില്ലേ, യാത്രി അസ്ലമാണ് മെയിൻ ക്യാരക്ടർ. അപരാധ് എന്ന് പറയുന്നത് ഏതാടാ? ബഡാബായും ചോട്ടാബായിയുടെയാണ് അപരാധ് കഹാനിയിൽ പറയുന്നത്. അടുത്ത കഹ്നാ നെയ് ആത്ത എന്ന് പറയുന്നത് പവൻകരന്റെ കവിതയാണ്. മധുരുദ് എന്ന് പറയുന്നത് കവിതയാണ്. 5 മാർക്കിന് ഈസി ആയിട്ട് മനസ്സിലായല്ലോടാ, റെഡി. അടുത്തതാണ് 6 മുതൽ 8 മാർക്ക് വരെ. 6 മുതൽ 8 മാർക്ക് വരെ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും, വ്യാകരണമായിരിക്കും, ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വാക്യ ബനാന, ഓക്കെ, പ്രശ്നവാക്യ ബനാന ഉണ്ടാവും. അതുപോലെ തന്നെ സാർത്ഥക് വാക്യ ബനാന ഉണ്ടാവും. കിസ്നെ കിസ്സെ കഹ, ആരോട് പറഞ്ഞു എന്ന രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുന്നതാണ്. സോ കബ്, അതുപോലെ തന്നെ കോണ്, ക്യാ, കഹ, ഇതൊക്കെ ആ ചോദ്യചിഹ്നമായിട്ട് WH ക്വസ്റ്റ്യൻ പോലെ ആ തന്ന പൈലെ മാറ്റിയാൽ മതി. ഓക്കെ, യെസ് ഓ വഹ് ജായക, ഓ കബ് ജായക, എപ്പോൾ പോകും, അങ്ങനെ ക്വസ്റ്റ്യൻസിലേക്ക് മാറ്റുന്നതാണ്. ഓക്കെ, അടുത്ത സാർത്ഥക് വാക്യ ബനാന, നേരെ തരും. ഒരു വര പോലും ഇടാണ്ട് ഒരു സെന്റൻസ് ഇങ്ങനെ വലിപ്പിച്ച് തരും. അതിനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഉചിത വാക്യമായിട്ട് മാറ്റണം. റെഡി അല്ലേ? അതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഗ്രാമറിലെ 2 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാം. ആസ്വാദന ടിപ്പണിയിൽ ഞാൻ പറയുന്നത് പത്തർക്കി ബെഞ്ച് അല്ലെങ്കിൽ മധുരുദു ആണ്. പത്തർക്കി ബെഞ്ച് അല്ലെങ്കിൽ മധുരുദു തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ജസ്റ്റ് പഠിച്ചോളൂ. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്താണ്? യെസ്, സോ അതാണ് ആസ്വാദന ടിപ്പണി. എന്തായാലും അവിടെ നിന്ന് പഠിച്ചോളൂ. ഏതെങ്കിലും ഒരു 4-5-8 പങ്ക്തി തരും. പിന്നെ കബീറിന്റെ ദോഹ അല്ലെങ്കിൽ ജീവൻ വൃത്ത് ഒരു ടിപ്പണിയൊക്കെ ചോദിക്കും. കബീർ ദാസ്ജിയുടെ ഏതാണ് നമ്മൾ ദോഹ പഠിക്കുന്നത്? കാമി ക്രോധി ലാലജി ദുഃഖമേ സുമിരൻ കരേ, അതാണ് ഇവിടെ ഞാൻ പറയുന്നത്, വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ജീവൻ വൃത്ത് ചോദിക്കാം, 4 മാർക്ക് വാങ്ങാം. ഒന്നുകിൽ രാംധാരി സിംഗ് ദിൻകർ, ജയശങ്കർ പ്രസാദ്, യശ്പാൽ, പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. അടുത്ത ഏതാടാ? ഇബ്രാഹിം അലി അല്ലെങ്കിൽ ബീർബൽ സിംഗിന്റെ ഒന്നും കൂടെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വെച്ചോളൂ. ബീർബൽ സിംഗിനെ ഒന്നും കൂടെ പഠിച്ചു വെച്ചോളൂ, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ അടുത്തതാണ് ഗദ്യാംശ്, സംക്ഷേപം ചോദിക്കാം. സംക്ഷേപം ഏതൊക്കെ ചോദിക്കും? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ $20 ഒരു സംക്ഷേപം ചോദിക്കാം. അല്ലെങ്കിൽ എന്താടാ ടിക്കറ്റ് ബാബുയുടെ ഒരു ഇൻസിഡന്റിന്റെ സംശയം ചോദിക്കാം. അല്ലെങ്കിൽ ഛോട്ടാ ബഡയുടെ ഒരു ഇൻസിഡന്റ് ചോദിക്കാം. സോ ഇതെന്തായാലും പഠിച്ചു വെച്ചോളൂ. സംശയം ഒരു 2 മാർക്കിനും 6 മാർക്കിനാക്കിയിട്ട് 8 മാർക്ക്. ആ സംശയത്തിൽ തന്നെ നിങ്ങൾക്ക് 8 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. ആ സംശയങ്ങളിൽ 2-6 മാർക്കിൽ ക്വസ്റ്റ്യൻസ്. ക്ലിയർ അല്ലേ? അടുത്ത 18 മുതൽ 21 വരെയാണ് നമുക്ക് രചനാത്മക, ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉണ്ട്, ഡയറി ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. അനുവാദം എന്തായാലും ട്രാൻസ്ലേഷൻ 100% ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷിൽ വാക്യം തന്ന് അത് ഹിന്ദിയിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിന് എന്തിലേക്ക് മാറ്റണം? ഇംഗ്ലീഷിനെ നിങ്ങൾ നേരെ എന്തിലേക്ക് മാറ്റണം? മലയാളത്തിലേക്ക് മാറ്റുക. മലയാളത്തിൽ ഹിന്ദിയിലേക്ക് മാറ്റുക. ട്രാൻസ്ലേഷൻ ഈസി അല്ലേ? അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യണം എന്താണ്? അനുവാദ് അവിടെ ഞാൻ പറഞ്ഞു. യെസ്, അതിനുശേഷം എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്? ഡയറി ഉണ്ട് അല്ലേ? ഡയറി ഏതാണ്? ചോട്ടാബായുടെ ആ ഒരു കുറ്റബോധത്തിന്റെ ഡയറി ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ദിലീപിന്റെ ആ ഒരു ദുഃഖിലെ ദിലീപിന്റെ ഡയറി ചോദിക്കാം. അല്ലെങ്കിൽ ബാങ്കിലെ ക്ലർക്കിന്റെ, നമ്മളേതായിരുന്നു ആനന്ദ് കി ഫുൽജഡിയയിലെ ആ ബാങ്കിലെ ക്ലർക്കിന്റെ അന്നത്തെ ദിവസത്തെ ഡയറി, തന്റെ ഹസ്തലിപി നല്ല രസമുണ്ടെന്ന് പറഞ്ഞതിനെ കുറിച്ച് ഡയറി വയ്ക്കാം. പോസ്റ്റർ ഏതാണ്? യെസ്, സ്വാസ്ഥ്യ ക്ലബ്ബ്, മെഡിക്കൽ ക്യാമ്പ്, അല്ലെങ്കിൽ എന്താണ് പര്യാവരണ ദിവസ്, ഗണതന്ത്ര ദിവസ്. സോ ഇതിന്റെ ഏതെങ്കിലും എന്താണ് ഒരു പോസ്റ്റർ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ പോസ്റ്ററും നമ്മൾ പറഞ്ഞു, പോസ്റ്ററും ഡയറിയുടെ ചോദിക്കാൻ ചാൻസ് ഉള്ള പറഞ്ഞു. ഇനി 8 മാർക്കിന് ചോദിക്കാൻ ചോദിച്ചുള്ള പറഞ്ഞു. 8 മാർക്കിന് നമുക്ക് ഈസി ആയിട്ട് 8 മാർക്കിന് ഞാൻ പറഞ്ഞില്ലേ ഏതാ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്? പാരിഭാഷിക് ശബ്ദാവലിയാണ്. ഓക്കെ, ടെക്നിക്കൽ ടെർമിനോളജി ആയിട്ടുള്ള പാരിഭാഷിക് ശബ്ദാവലിയാണ് നിങ്ങൾ പഠിക്കുന്നത്. 8 മാർക്ക് വാങ്ങാം. ഏതൊക്കെയാണുള്ളത്? ഇന്റർനെറ്റ്, അന്തർജാൽ, സെർച്ച്, കോജ്, പ്രൈവസി, ഗോപനീയത, ഫയൽ സഞ്ചിക, ട്രാഷ്, കൂടേതാൻ, ക്യാൻസൽ, റദ്ദ് കറേ. ഈസി അല്ലേ? ഇതെന്തായാലും പഠിച്ചു വെച്ചവർക്ക് 8 മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ പഠിച്ച ആ ഒരു ഫിലിം സമീക്ഷയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്ക് 16 മാർക്ക്. ഏതെങ്കിലും ഒരു ഫിലിമിൻ്റെ സമീക്ഷ, ഓൾറെഡി പറഞ്ഞു ഫിലിം സമീക്ഷ എങ്ങനെയാണ് എഴുതേണ്ടത്, ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ തന്നെ ഒരു ഫിലിമിൻ്റെ സമീക്ഷ എഴുതി വെക്ക്. 8 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാം. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ പറയുന്നതാണ് അധികാരി പത്ര. ഓക്കെ, RTI, വിജ്ഞാപൻ അല്ലെങ്കിൽ അധികാരി പത്ര, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് 3 എഴുതേണ്ടി വരും. സോ ഒന്നുകിൽ വിജ്ഞാപൻ എഴുതാം, അല്ലെങ്കിൽ അധികാരി പത്രം എഴുതാം. 24 മാർക്ക് ഇവിടെ തന്നെയായി. മോസ്റ്റ് മാർക്കും ഇവിടെ തന്നെ കിട്ടി. സോ ഇതാണ് ഞാൻ പറയുന്ന 8 മാർക്കിന് മിസ് ചെയ്യരുത്. 8 മാർക്കിൽ എന്തായാലും വിജ്ഞാപനവും അധികാരി പത്രം ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എഴുതാം. എന്തായാലും ടെക്നിക്കൽ ടെർമിനോളജി എന്തായാലും എഴുതും അല്ലേ? ബാക്കി 2 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഒന്നുകിൽ RTI ഫോർമാറ്റ് പഠിച്ച് എഴുതാം, അല്ലെങ്കിൽ വിജ്ഞാപനം എന്തായാലും എഴുതിക്കോ. വിജ്ഞാപനം ഓക്കെ. ഇനി എന്താണ്? ഒന്നുകിൽ RTI എഴുതാം, അല്ലെങ്കിൽ ഫിലിം സമീക്ഷ. ഒന്നുകിൽ RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താടാ വിജ്ഞാപൻ ഫിലിം സമീക്ഷ എഴുതാം. ഓക്കെ, സോ ഏതെങ്കിലും 3 നമ്മൾ എഴുതേണ്ടത്. 8 മാർക്ക് അവിടെ ക്ലിയർ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് 55 മാർക്കിൽ ഇത് പഠിച്ചാൽ തന്നെ ഏകദേശം 55 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഏകദേശം ക്ലിയർ അല്ലടാ? എങ്ങനെയുണ്ട്? പക്ക പ്രഡിക്ഷൻ അല്ലേ? പഠിച്ചു വെച്ചോ, ഈസിയാണ്. ഞാൻ പറഞ്ഞു വരുന്ന എക്സാമിൻ്റെ ലൈവിൽ ഇന്നത്തെ ലൈവിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സൂപ്പർ പ്രഡിക്ഷൻ ആയിരിക്കും. സോ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ലൈവിൽ. സോ ടീക്ക് വെച്ചോ. സോ താങ്ക് യു, ജയ് ഹിന്ദ്, ധന്യവാദ്.